ഒരുപാട് ഇപ്പം ഞങ്ങളും ഇവിടെ ഒരു ഒരു എട്ടെക്ക് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റമീസും ഒരു ഇന്റർനാഷണൽ 30-ലധികം രാജ്യങ്ങളിലായിട്ട് 25,000-ലധികം സ്റ്റുഡൻസിനെ മാനേജ് ചെയ്ത് ഒരുപാട് ആൾക്കാരെ റിമോട്ടായിട്ടും 300 to 400 എംപ്ലോയീസിനെ ഓഫീസിലായിട്ട് മാനേജ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു വലിയ ഒരു എന്റർപ്രൈസിന്റെ മേലെ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പം നമ്മളിപ്പം ഈ ഒരു ഇതിൽ നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്ന കാര്യങ്ങളാണ് ഇത് എങ്ങനെയാണ് മാനേജ് ചെയ്യണത്. ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു ബേസിക് എന്ന് വെച്ചാൽ എനിക്കുള്ള മൈൻഡിലുള്ള കുറച്ച് ഡൗട്ട്സിന് ഇപ്പം റമീസ് എടുത്ത് പറഞ്ഞ റമീസിൻ്റെ ഇൻറ്റർവെൽ എന്ന് പറയുന്ന ഈ ഒരു ബേബീൻ്റെ ബിഗിനിങ്, അതേപോലെ തന്നെ അതിൻ്റെ ജേർണി, അതിൽ ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ്. സോ ബേസിക്കലി ഇപ്പോൾ ടീം ഇൻ്റർവെൽ എന്നുള്ളത് നമ്മൾ ടി വിയിൽ കണ്ടിട്ടുണ്ട്, ആഡ്സ് കണ്ടിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ബട്ട് ആക്ച്വലി എന്താണ് ടീം ഇൻ്റർവെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് വുഡ് ബി യുവർ ആൻസർ അപ്പാർട്ട് ഫ്രം ബീയിങ് ദ വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് 1-on-1 ട്യൂഷൻ? എന്തായിരിക്കും അതിൻ്റെ ഒരു ഇതുണ്ടാവും? നമ്മളുടെ പ്ലാറ്റ്ഫോം നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്യുന്നതും ഭാവി എത്തിച്ചേരേണ്ടതുമായിട്ട് നമ്മൾ കാണുന്ന ഒരു സിംഗിൾ ലൈൻ ആക്ഷൻ എന്ന് പറയുന്നത് പേഴ്സണലൈസ്ഡ് ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. ഏതൊരു സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ ഏജ്ലെസ് ആയിട്ട് ഏതൊരു ലേണറുടെയും നീഡ്സും ആസ്പിറേഷൻസും മനസ്സിലാക്കി അതിനെ അറ്റൻഡ് ചെയ്ത് അതിനെ അവരുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി അവരുടെ ഡ്രീംസിനെ അഡ്രസ് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു പ്ലാറ്റ്ഫോമായി മാറണം എന്നുള്ളതാണ് നമ്മുടെ വിഷൻ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്, ഇന്ന് നിലകൊള്ളുന്നതും നാളെയിലേക്കും വേണ്ടി പ്രവർത്തിക്കുന്നതെല്ലാം. സോ 3 കൊല്ലമായി തുടങ്ങിയിട്ട് ഇപ്പം തേർഡ് ഇയർ ആണ്. 2018 സ്റ്റാർട്ട് ചെയ്തിരുന്നു. ലേറ്റർ വി ഹാഡ് സം പിവോട്ട്സ്. അങ്ങനെ നമ്മൾ 21-ലാണ് ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം ആയിട്ട് അല്ലെങ്കിൽ ഒരു എഡ്ടെക് പ്ലാറ്റ്ഫോം ആയിട്ട് നമ്മൾ പിവോട്ട് ചെയ്യുന്നത്. അങ്ങനെ 21-ലാണ് നമ്മളൊരു സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ലീഗൽ എൻറ്റിറ്റി എന്നുള്ള രീതിയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ 2021 സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ 3 years. ഓക്കെ. സോ ഞാൻ അടുത്ത ചോദിക്കാൻ വന്നിട്ടുള്ള ചോദ്യം തന്നെയാണ്. അതായത് ഇപ്പം റമീസ് പറഞ്ഞു ഞങ്ങളുടെ വിഷൻ എന്ന് പറയുന്നത് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് പ്ലാറ്റ്ഫോം ആണെന്നുള്ളതാണ്. സോ ഈ വിഷനിലായിരുന്നില്ല ഇനീഷ്യലി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഹൗ ഡിഡ് ദ വിഷൻ ചേഞ്ച്? അല്ലെങ്കിൽ ഈ വിഷൻ എന്ന് പറയുന്ന സാധനം ഇനീഷ്യലി തുടങ്ങിയെടുത്ത് മാറുന്നിടത്തേക്ക് വാസ് ഇറ്റ് ഡിഫിക്കൽട്ട്? അല്ലെങ്കിൽ അതിപ്പം ജനറലി ഇപ്പം ഒരു സ്റ്റാർട്ടപ്പ് എടുക്കണം ഒരു സ്ഥലത്ത് തുടങ്ങി പിന്നെ കുറച്ച് പടത്തുമ്പോൾ വി ഗെറ്റ് മോർ ക്ലാരിറ്റി, പിന്നെ ഒരു ചെറിയ പിവറ്റ് വരും. ഞാൻ ഇത് കുറെ കണ്ടിട്ടുണ്ട്. സോ ഹൗ വാസ് ദറ്റ് പിവറ്റ്? ആൻഡ് ഇപ്പോ ഈ ഒരു പിവറ്റ് അല്ലെങ്കിൽ ഈ ഒരു വിഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഹൗ വാസ് ദ ജേർണി ഓൺ ദാറ്റ്? നമ്മൾ തുടക്കം മുതലേ വൺ സൈസ് ഫിക്സ് ഓൾ എന്ന് പറയുന്ന അപ്രോച്ചിന് വിപരീതമായിട്ടാണ് നമ്മുടെ എല്ലാ പ്രൊഡക്ട്സും ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തുടക്കത്തിൽ നമ്മൾ റീഡിങ്ങും റൈറ്റിങ്ങും ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലേണിംഗ് ഡിസബിലിറ്റീസുള്ള കുട്ടികളെ അഡ്രസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നമ്മൾ തുടക്കത്തിൽ ഇത് ഫിസിക്കൽ സെന്റേഴ്സ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. നമുക്കൊരു ലോക്കൽ എൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു ലോക്കൽ ഏരിയയിൽ മാത്രം അഡ്രസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് എൻക്വയറീസ് പുറത്തുനിന്ന് വരാൻ തുടങ്ങി, പക്ഷെ നമുക്ക് അവരെ അഡ്രസ് ചെയ്യാനുള്ള മാർഗം ഇല്ലാണ്ടായി. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിൽ നമ്മൾ മനസ്സിലാക്കിയത് ഓക്കെ, ഓരോ കുട്ടികൾക്കും ക്ലാസ്സിൽ പല രീതിയിലുള്ള ഒരു ക്ലാസ് റൂമിന്റെ ട്രഡീഷണൽ സെറ്റിംഗിൽ പല രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഇത് എപ്പോഴും റീഡിങ്ങും റൈറ്റിങ്ങും മാത്രമല്ല, അത് ചിലപ്പോൾ അവരുടെ സ്കൂൾ എൻവയോൺമെന്റ് ആയിരിക്കാം, ഫാമിലിയിലുള്ള എൻവയോൺമെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ പാസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കാം. അങ്ങനെ പല രീതിയിലുള്ള റീസൺസിനെ അഡ്രസ് ചെയ്താൽ മാത്രമാണ് ഇവരുടെ പേഴ്സണലൈസ്ഡ് നീഡ്സും ആസ്പിറേഷൻസും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ പ്രൊഡക്ട്സ് ഡൈവേഴ്സിഫൈ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഓക്കെ ഈ പ്രൊഡക്ട് സൈഡിലും അതുപോലെ തന്നെ ജോഗ്രഫിയിലും നമുക്ക് ഉണ്ടായിരുന്ന കൺസ്ട്രെയിൻസ് സോൾവ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആക്കി. അപ്പം ആ ഒരു റീസൺ തന്നെയാണ് ഒരുപാട് കുട്ടികളിലേക്ക് എത്തുക, ഒരുപാട് ലൊക്കാലിറ്റിയിലുള്ള കുട്ടികളെ അഡ്രസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറുന്നത്. സെയിം ടൈം 2021 തന്നെ നമ്മൾ പ്രൊഡക്ട്സും ഒരുപാട് ഡൈവേഴ്സിഫൈ ചെയ്തു. ഈ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഓറിയന്റഡ് ആയിട്ടുണ്ടായിരുന്ന കോഴ്സുകളിൽ നിന്നും അക്കാഡമിക് ആൻഡ് മോർസ് ലൈക്ക് നമ്മൾ ഒരുപാട് നോൺ അക്കാഡമിക് കോഴ്സസിലേക്കും ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷനും ഈ ഒരു തോട്ടിന്റെ പുറത്തായിരുന്നു. നമ്മൾ ഒരുപാട് കുട്ടികളെ വലിയൊരു മാസിനെ അവരുടെ പേഴ്സണലൈസ്ഡ് നീഡ്സും ആസ്പിറേഷൻസും മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇത് ഓവർ ദി ടൈം നമ്മളുടെ വിഷനിലേക്ക് നമുക്ക് എന്തൊക്കെ വേണോ അതെല്ലാം അക്യൂർ ചെയ്യാനുള്ള ആ ഒരു ക്രേവ്നെസ് അല്ലെങ്കിൽ ക്രേവിംഗ് തന്നെയാണ് നമ്മൾ ഈ ഡൈവേഴ്സിഫിക്കേഷൻസും പിവോട്ട്സിനൊക്കെ ബ്രേക്ക് ചെയ്യുന്നത്. സോ ഇനീഷ്യലി എത്ര ഒരിടത്ത് മാത്രമേ നമുക്ക് ഇനീഷ്യലി നമ്മൾ തുടങ്ങിയിട്ടുള്ള ഒരു 5 ഏരിയയിലാണ്. നമ്മൾ മലപ്പുറം ജില്ലയിലുള്ള 5 ടൗണിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇന്നുണ്ടോ അത്? ഇല്ല, അതെല്ലാം നമ്മൾ ഡിജിറ്റൽ ആയിട്ടാണ് വന്നത്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും. അത് കംപ്ലീറ്റ്ലി ഓഫ്ലൈൻ ആയിട്ട് ഉണ്ടായിരുന്ന ഇപ്പം ട്യൂഷൻ സെന്റേഴ്സിന് ഒരുപാടുണ്ട്. ഇപ്പം നീറ്റൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇതിപ്പം സൈലും എന്തൊക്കെ പോലുള്ള ആൾക്കാർ ആ ഒരു സ്കെയിൽ അത് ചെയ്യുന്നുണ്ട്. സോ ഇത് ഒരുപാട് ആൾക്കാർ ചിന്തിക്കുന്നതാണ് എന്തുകൊണ്ട് എനിക്ക് ഓൺലൈൻ പോയിക്കൂടാ, എന്തുകൊണ്ട് അതും ചെയ്തുകൂടാന്നല്ല. സോ ആ ഒരു ട്രാൻസ്ഫോർമേഷന്റെ ഡിഫറൻസ് അതിന്റെ ഒരു ഇതെന്താ ഇങ്ങനെ ഉണ്ടായിരുന്നത്? അതിൽ നമ്മളിപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു വിഭാഗം കോമ്പറ്റീറ്റേഴ്സും ഫോക്കസ് ചെയ്യുന്നത് ഹയർ സ്റ്റാൻഡേർഡ്സ് ആണ്.
നമ്മളുടെ ജേർണി ത്രൂ ഔട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഹയർ ക്ലാസ്സസിൽ തന്നെയായിരുന്നു. നമ്മൾ ത്രൂ ഔട്ട് ദി ജേർണി മനസ്സിലാക്കിയത് കുട്ടികളിൽ കറക്റ്റ് ആയിട്ടുള്ള ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ചേഞ്ച് ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും ഈസിയും ഏറ്റവും നെസസറി ആയിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത് അവരുടെ ചൈൽഡ്ഹുഡ് ആണ്, ലൈക്ക് വെരി വെരി ചൈൽഡ്. അതുകൊണ്ട് നമ്മളുടെ കോഴ്സസിൽ ഇപ്പൊ നല്ലൊരു ശതമാനം കാറ്റർ ചെയ്യുന്നത് ലോയർ സ്റ്റാൻഡേർഡിലുള്ള സ്റ്റുഡൻസിനാണ്. സേ കിഡ്സ് ഫ്രം 2.5 years to 6.5 or let's say 8. ഈ ഒരു കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിനെയാണ് നമ്മളിപ്പോൾ കൂടുതൽ അഡ്രസ് ചെയ്യുന്നത്. സോ ദാറ്റ് നമുക്ക് അവരിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ആ ഇമ്പാക്ട് ക്രിയേറ്റ്, എൻഡ് ഓഫ് ദി ഡേ നമ്മളെല്ലാം ബിസിനസ് ചെയ്യുന്നത് ഇമ്പാക്ട്സ് ക്രിയേറ്റ് ചെയ്യാനാണ്, അല്ലെങ്കിൽ ആ കസ്റ്റമേഴ്സിന് അവർക്ക് എന്താണ് നീഡ് അത് കാറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് കൂടുതൽ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ലോയർ സ്റ്റാൻഡേർഡ്സിലാണ്. അതുകൊണ്ട് നമ്മൾ ലോയർ സ്റ്റാൻഡേർഡിലുള്ള കിഡ്സിനെയാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു നെറ്റ് പ്രൊമോട്ടർ സ്കോറും അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ ഹാപ്പിനെസ് ഒക്കെ നമുക്ക് റേറ്റിംഗ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇപ്പോൾ ഈ ഡിജിറ്റൽ എന്ന് പറഞ്ഞ സമയത്ത് 5 ലൊക്കേഷൻസ് ഉള്ളിടത്തുനിന്ന് നിങ്ങൾ കംപ്ലീറ്റ്ലി സെൻട്രലൈസ്ഡ് ആയിട്ട് ഓൺലൈനായിട്ട് മാറാണ്. ഒരുപാട് ആൾക്കാർ അഗെയിൻ ഓഫ്ലൈനായിട്ട് വർക്ക് ചെയ്യുന്ന ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരുപാട് കോച്ചിങ് സെന്റേഴ്സും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇപ്പം കേരളത്തിൽ മാത്രമല്ല ത്രൂ ഔട്ട് ഇന്ത്യ ഒരുപാടുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് 60,000 crore എന്തോ വലിയ മാർക്കറ്റ് എന്തോ ആണ് കോച്ചിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. സോ ഇന്ന് ഒരുപാട് ആൾക്കാർക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമാണ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന സമയത്തേക്ക് നിങ്ങൾ 5 ലൊക്കേഷൻസ് സെൻട്രലൈസ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ചാലഞ്ച് എങ്ങനെയാണ്, ഹൗ ഡിഡ് യു എനേബിൾ ദ ട്രാൻസ്ഫോർമേഷൻ ഫോർ യുവർ കമ്പനി? ഇത് സെയിം ടൈം നമ്മളുടെ എഫേർട്ടും അതുപോലെ തന്നെ ചെറിയൊരു ലെഗ് ഫാക്ടർ ഉണ്ട് നമുക്ക് ഈ ട്രാൻസ്ഫോർമേഷൻ ഈസിലി പോസിബിൾ ആകാൻ. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ പറഞ്ഞ പോലെ തന്നെ 21 തുടങ്ങി ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ കോവിഡ് സിറ്റുവേഷൻ വന്നു. അപ്പം ശരിക്കും നമ്മുടെ ഒരു ലെഗ് ഫാക്ടർ വർക്ക് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് കോവിഡ് സമയം വന്നപ്പോൾ അഡ്മിഷൻസിനൊന്നും ഒരുപാട് ഹൈക്ക് ഉണ്ടായിട്ടില്ല. നമ്മൾ സ്കൂൾ റീ ഓപ്പൺ ചെയ്തപ്പോഴാണ് ഹൈക്ക് കൂടുതൽ ഉണ്ടായിട്ടില്ല. അതിന്റെ റീസൺ ഡിഫറെന്റ് ആണ്. പക്ഷേ ഈ ഒരു സമയത്ത് എല്ലാവർക്കും കുട്ടികൾ മൊബൈൽ യൂസ് ചെയ്യുന്നത് ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട്, കുട്ടികളുടെ നെഗറ്റീവ് ആസ്പെക്ട് ആയിട്ട് കണ്ടിരുന്ന പാരന്റ്സ് ഈ ടൂൾസ് എല്ലാം, അത് ടാബ് ആയി കഴിഞ്ഞാലും മൊബൈൽ ആയി കഴിഞ്ഞാലും ലാപ്ടോപ്പ് ആയി കഴിഞ്ഞാലും ഇത് പഠനത്തിനും വേണ്ടിയിട്ടും ഉപയോഗിക്കാം, ലൈക്ക് അങ്ങനെ ഒരു പോസിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഇതിനും വേണ്ടിയിട്ട് വന്നു, ഈ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സിമ്പിൾ ആണ് എന്ന്, ഡിജിറ്റലി എഡ്യൂക്കേഷൻ സിമ്പിൾ ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് സൈഡിൽ ഒരുപാട് എഫേർട്സ് ഉണ്ടായിരുന്നു. അതായത് എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് ആക്സസിബിൾ ആക്കി ഗവൺമെന്റ്. അതുപോലെ തന്നെ സ്കൂൾസിൽ ഇതിനെ ഭയങ്കരമായിട്ട് ലഘൂകരിച്ചുകൊണ്ട് ഈസിലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുള്ള കൈൻഡ് ഓഫ് അവയർനെസ് ഗവൺമെന്റ് സ്കൂൾസിനൊന്നും പോസിബിൾ ആക്കി. അപ്പൊ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷന് ശരിക്ക് കസ്റ്റമർ പെർസ്പെക്റ്റീവ് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്നതിൽ വലിയൊരു പങ്ക് നമ്മുടെ ഇവിടെയുള്ള എല്ലാ എക്കോസിസ്റ്റവും വഹിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഇൻകോസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 5 ഫൗണ്ടേഴ്സ് ശരിക്കും ടെക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരാണ്, എല്ലാവരും വേരിയസ് ഫീൽഡിൽ നിന്നാണ്. അപ്പം നമ്മൾ ശരിക്ക് നമ്മളുടെ നീഡ് ഇങ്ങനൊരു ട്രാൻസ്ഫോർമേഷൻ ആണ്, ഇതാണ് നമ്മുടെ സ്കെയിലബിലിറ്റിയും നമുക്ക് സർവൈവ് ചെയ്യാനുള്ള ഏക ചാൻസ് എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് നമ്മൾ ഇൻഹൗസ് ആയിട്ട് അങ്ങനെ ടീം ഡെവലപ്പ് ചെയ്ത് വിത്തിൻ ഷോർട്ട് സ്പാൻ. ഞാൻ ഓർക്കുന്നത് ലൈക്ക് ഒരു 2 weeks നമ്മളുടെ ഹയറിംഗ് എല്ലാം നമ്മൾ ചെയ്തിട്ട് ഒരു 1 month തന്നെ നമ്മുടെ ആർക്കിടെക്ചർ ബിൽഡ് ചെയ്തു. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ട്രാൻസ്ഫോർമേഷൻ പോസിബിൾ ആയി. അപ്പൊ ആ ഒരു ശരിക്കും കോവിഡ് പാൻഡമിക്കിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ അങ്ങനെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പൊ ആ ഒരു ടൈമിങ്ങും നമുക്ക് അവിടെ അഡ്വാൻറ്റേജ് ആയ ട്രാൻസ്ഫോർമേഷൻ വേണ്ടി. ഐ തിങ്ക് സ്കൂൾസ്, ഈവൻ സ്കൂൾസിലുള്ള ക്ലാസ്സസ് ഓൺലൈൻ ആകുന്നതോടുകൂടിയിട്ട് അത് കോവിഡിന്റെ ടൈം കുറെ അത് ലെവറേജ് നിൽക്കും. അപ്പോൾ ബൈജൂസ് പോലുള്ള കമ്പനീസും ആ സമയത്ത് ഒരു ബൂമാണെന്നുള്ളത് അഗെയിൻ അത് കണക്ട് ചെയ്തിട്ട് ഒരു സിമ്പിൾ ജേർണിയൊക്കെയാണ്. ഐ തിങ്ക് സിമ്പിൾ ആണെന്നുള്ളത് പേഴ്സ്പെക്റ്റീവ് ഡിപ്പെൻഡ്. എഡ്ടെക് എന്നുള്ളത് കോവിഡിന്റെ സമയത്ത് ഇറ്റ് ഷോഡ് ലൈക്ക് NX ടൈപ്പ് ഓഫ് ഗ്രോത്ത് ഉണ്ടായിരുന്നു. അതിനുശേഷം വൺസ് സ്കൂൾസ് ഒക്കെ റീ ഓപ്പൺ ആയതിനു ശേഷം ഒരുപാട് ടിപ്സ് ലൈക്ക് എഡ്ടെക്സ് അവരുടെ ഓപ്പറേഷൻസ് സ്റ്റോപ്പ് ചെയ്യാനും ഡൈവേർട്ട് ചെയ്യാനും പിവറ്റ് ചെയ്യാനൊക്കെയുള്ള കുറെ റീസൺസ് വേണം. സോ ഹൗ ലൈക്ക് ഇപ്പോൾ റമീസിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എഡ്ടെക് എന്ന് പറയുന്ന ഒരു ഇക്കോ സിസ്റ്റം, what is the current status for 2024 January എന്ന് പറഞ്ഞ സമയത്തേക്ക് what is your vision, like what is your idea on tech in India? ഓക്കെ, ബേസിക്കലി നമ്മൾ 21 ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ നമ്മളുടെ ഒരു ലാക്ക് ഓഫ് നോളജ് ആയിരുന്നു ശരിക്കും നമ്മളൊരു അഡ്വാൻറ്റേജ്. ഞാൻ എക്സാക്ട്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങിയിട്ടുള്ളത് ഒരു സ്റ്റാർട്ടപ്പ് ആണ്, അല്ലെങ്കിൽ ഇതൊരു എഡ്ടെക് പ്ലാറ്റ്ഫോം ആണ് എന്ന് അറിയാതെയാണ് നമ്മൾ തുടങ്ങുന്നത്. വി ഹാഡ് എ പ്രോബ്ലം ഇൻ ബിറ്റ്വീൻ. ഞങ്ങൾക്ക് ടീച്ചിങ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഞാനൊരു 3 years ടീച്ചറായി വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ. ആ സമയത്തൊക്കെ ഇങ്ങനെ ഒരു പേഴ്സണലൈസ്ഡ് നീഡിന്റെ ഇമ്പാക്റ്റും അല്ലെങ്കിൽ അതിന്റെ ഒരു ആവശ്യകത, അത് ക്രിയേറ്റ് ചെയ്യുന്ന ഇമ്പാക്ട് ഒക്കെ ഞങ്ങൾക്ക് എവിഡന്റ് ആയിട്ട് അറിയാൻ പറ്റും. അപ്പൊ വി ഹാഡ് എ പ്രോബ്ലം, സോ വി കെയിം അപ്പ് വിത്ത് എ സൊല്യൂഷൻ. ആ സൊല്യൂഷൻ ഒരു ബ്രാൻഡായിട്ട് മാറി.
അപ്പൊ ആ ബ്രാൻഡിനോട് ഈ സൊല്യൂഷനോടുള്ള പാഷൻ അല്ലെങ്കിൽ ഇതിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആണ് ശരിക്കും നമ്മൾ ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. സോ വി ഹാഡ് വെരി ലെസ് നോളജ് അബൌട്ട് ഹൗ ദി എക്കോസിസ്റ്റം വർക്ക്സ് ഓർ ഹൗ ദിസ് എഡ്ടെക് ടീം വർക്ക്സ്. അപ്പൊ ബേസിക്കലി 21-22 ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് വലിയൊരു നോളജ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ പ്രൊഡക്റ്റ് കസ്റ്റമർ സെന്ററിൽ ആക്കാനുമാണ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളെ കംപ്ലീറ്റ്ലി ബൂട്ട് സ്ട്രാപ്പ്, നമ്മൾ ഫണ്ട് റൈസിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ ഫണ്ട് റൈസിങ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചോ നമ്മൾ അവെയർഡ് ആയിട്ടില്ല. അപ്പൊ നമ്മൾ ശരിക്കും ഈ കോവിഡ് പാൻഡമിക്കിലും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത് പോസ്റ്റ് കോവിഡ് സിനാരിയോയിൽ അല്ലെങ്കിൽ സ്കൂൾ റീ ഓപ്പണിംഗ് സിനാരിയോയിൽ നമ്മൾ ബിലീവ് ചെയ്തിരുന്നത് ശരിക്കും കുട്ടികളെല്ലാം തിരിച്ച് ഓഫ്ലൈനിലേക്ക് തന്നെ പോകും, ഓൺലൈൻ സർവൈവ് ആവില്ല എന്നായിരുന്നു. ബിക്കോസ് എക്കോസിസ്റ്റം നേരെ തിരിച്ചായിരുന്നു. എക്കോസിസ്റ്റത്തിലെ പല ഇപ്പൊ എനിക്ക് എന്റെ സർക്കിളിലുള്ള പല എഡ്ടെക് ഫൗണ്ടേഴ്സിനും പറ്റിയിട്ടുള്ള മിസ്റ്റേക്സ്, അവരെല്ലാവരും കുട്ടികൾ ഓൺലൈനിൽ തന്നെ നിൽക്കുമെന്നുള്ള വിശ്വസിച്ചിട്ടാണ് അവരുടെ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്തത്. ബട്ട് നമുക്ക് ആ ഒരു അവയർനെസ്സും ആ ഒരു ഓപ്പർച്യൂണിറ്റീസും ആ നോളജ് ഒക്കെ കുറവായതുകൊണ്ട് നമ്മൾ ബിലീവ് ചെയ്തിരുന്നത് കുട്ടികളെല്ലാം തിരിച്ച് ഓഫ്ലൈനിലേക്ക് പോകുന്നതാണ്. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ ബിൽഡ് ചെയ്തത് ശരിക്കും ഒരു പോസ്റ്റ് കോവിഡ് സിനാരിയോയിലേക്ക് അല്ലെങ്കിൽ സ്കൂൾ റീ ഓപ്പണിംഗ് സിനാരിയോയിൽ നമ്മുടെ പ്ലാറ്റ്ഫോം സർവൈവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മുടെ എല്ലാ പ്രൊഡക്ട്സും സർവീസും നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ളത്. സോ വി വർ ഫോക്കസിങ് ഓൺ റീറ്റെയിനിങ് അവർ സ്റ്റുഡൻസ് ടു ബി കസ്റ്റമർ സെൻട്രിക്, ടു ബി ഓൾ സ്റ്റേക്ക് ഹോൾഡർ സെൻട്രിക്. അതിന് ഏത് പെർസ്പെക്റ്റീവ് ആയി കഴിഞ്ഞാൽ എംപ്ലോയീസ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈവൻ സെയിൽസ് ടീം ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻസ്, പാരന്റ്സ് എല്ലാവരെയും റീറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് എങ്ങനെ ആയിരിക്കണം, അതിന്റെ കോണ്ടന്റ് ഡെലിവറി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിലായിരുന്നു നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ അത് നമുക്കൊരു അഡ്വാൻറ്റേജ് തോന്നുന്നു. നമ്മൾ സ്കൂൾ റീ ഓപ്പണിംഗ് സിനാരിയോയിലാണ് ശരിക്കും ഞങ്ങൾക്കൊരു വിത്തിൻ 3 months ഒരു 200% ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത്. കാരണം നമ്മുടെ എല്ലാ പിച്ചും, ഈവൻ നമ്മുടെ സെയിൽസ് പിച്ച് ആയി കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ ക്വാർട്ടർ പ്ലാൻസ് ആയി കഴിഞ്ഞാൽ എല്ലാം ഇതുമായിട്ട് അലൈൻഡ് ആയിരുന്നു. വി വർ ഗെറ്റിംഗ് അവർസെൽഫ് പ്രിപ്പയർഡ് ഫോർ ദി സ്കൂൾ റീ ഓപ്പണിംഗ് സിനാരിയോ. So that gives us an advantage in the post-COVID scenario. So that is one thing which differentiates us from the other edtechs. ലൈക്ക് അവിടെ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ റമീസ് ഒരു ഒരു അഡ്വക്കേറ്റ് ആണ്. അപ്പൊ പറഞ്ഞു 5 ആൾക്കും ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല, അല്ലെങ്കിൽ 5 ആളും 5 ഡിഫറെന്റ് ഏരിയ എന്നൊക്കെയാണ്. അതൊരു പ്രോ ഉണ്ട്, ബിക്കോസ് നമുക്കൊന്നും അറിയില്ല എന്നുള്ള ഒരു സാധനത്തിന് ബിൽഡ് ചെയ്തുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഐ തിങ്ക് ഇറ്റ്സ് കുറച്ചും കൂടെ എളുപ്പമാണ്. ബട്ട് സ്റ്റിൽ ഒരു കമ്പനി റൈറ്റ് നൗ ഐ തിങ്ക് more than 350 employees അവിടെ ഉണ്ട്. Almost 300 employees അവിടെ ഉണ്ട്. So initially ഒരു സ്മോൾ ടീം ആയിരിക്കും. ഒരു സ്റ്റേജ് ഉണ്ട് വരിക ഫിഗറിങ് ഔട്ട്, അഗെയിൻ കോവിഡ് വരികയാണ്, then you are forced to again sit at home. അവിടുന്ന് കമ്പനി ബിൽഡ് ചെയ്തുകൊണ്ടായിരുന്നു പറയാത്ത. So how difficult, like from the entrepreneur point of view ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ബിൽഡ് ചെയ്യുന്ന സമയത്ത് how was that, like അതെങ്ങനെയാ, how was it possible for you to build on that? ഞങ്ങൾ 5 പേരും വിശ്വസിക്കുന്നത് ആ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതാണ് നമ്മളുടെ അഡ്വാൻറ്റേജ് എന്നുള്ളതാണ്. കാരണം നമുക്ക് പ്രീസെറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മുന്നേ ആരെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഇത്തരത്തിലുള്ള ഒരു കാര്യം. അതുകൊണ്ട് നമ്മുടെ ഓഫീസിലുള്ള എല്ലാ സിസ്റ്റംസും എല്ലാ ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സും ഈവൻ കൾച്ചർ വരെ നമ്മൾ സ്വയം ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ത്രൂ ഔട്ട് ഈ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിൽ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുള്ള സ്കിൽസ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴുള്ള ട്രേഡ്സ് ആയി കഴിഞ്ഞാൽ കമ്പനിക്ക് എന്ത് വേണം, ഞാൻ പറഞ്ഞ പോലെ നമ്മളുടെ ഈ ഒരു സൊല്യൂഷൻ, നമ്മുടെ ബ്രാൻഡ് എന്ന് പറയുന്ന നമ്മളുടെ ഈ ഒരു സൊല്യൂഷനോടുള്ള പാഷൻ കാരണം കമ്പനിക്ക് എന്താണ് ബെനിഫിറ്റ്, കമ്പനി സ്കെയിൽ ചെയ്യാൻ എന്തെങ്കിലും വേണം, എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ഫ്യൂച്ചറിലേക്ക് എന്താണ് വേണ്ടത്, അതിലേക്ക് നമ്മൾ അഡാപ്റ്റ് ആവുകയാണ്. അപ്പൊ ആ ഒരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിൽ കിട്ടിയിട്ടുള്ളത്.